ഒടുവിൽ സുപ്രീം കോടതിയും അംഗീകരിച്ചു. തെരുവ് നായ്ക്കളുടെ പ്രശ്നം അതീവ രൂക്ഷമാണ്. രാജ്യ തലസ്ഥാനത്തെ എല്ലായിടത്തു നിന്നും തെരുവ് നായ്ക്കളെ പൂർണ്ണമായും നീക്കം ചെയ്യണമെന്ന് ഡൽഹി സർക്കാരിനോട് ജസ്റ്റിസുമാരായ JB പർദിവാല, R മഹാദേവൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇത് നടപ്പാക്കാൻ ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്നും കോടതി പറഞ്ഞു. ഏതെങ്കിലും വ്യക്തിയോ സംഘടനയോ നടപടിക്രമങ്ങൾ തടസ്സപ്പെടുത്തിയാൽ നിയമ നടപടി ഉറപ്പാണെന്ന് പറഞ്ഞതോടെ പരമോന്നത നീതിപീഠത്തിന്റെ നിലപാട് സുവ്യക്തം. ഡൽഹിയിൽ മാത്രമല്ല, രാജ്യമെങ്ങും തെരുവുനായ്ക്കളുടെ പ്രശ്നം രൂക്ഷമാണ്. പിഞ്ചു കുഞ്ഞുങ്ങളും വൃദ്ധരും തെരുവുനായ്ക്കളുടെ കടിയേറ്റ് മരിക്കുന്നു. എത്രയോ പേർ കടിയേറ്റ് വിഷമതകൾ സഹിക്കുന്നു. വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ ഏൽക്കുന്ന ഭീതിതമായ അവസ്ഥ. രാജ്യമാസകലം ഈ വിധിയുടെ തുടർച്ചയും നടപടിയും ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം. വിധി നടപ്പാക്കാനുള്ള നടപടികൾ അധികാരികൾക്ക് തീരുമാനിക്കാമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അതിനായി ഒരു സേനയെ നിയോഗിക്കണമെങ്കിൽ അതും ചെയ്യാം. തെരുവ് നായ്ക്കളെ ഡോഗ് ഷെൽട്ടറുകളിലേക്ക് മാറ്റണം. പിന്നെയുമുണ്ട് പല നടപടിക്രമങ്ങളും. അതേസമയം മുന്നോട്ടുള്ള കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. ഇക്കാര്യങ്ങൾ നടപ്പാക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നിരത്തി ഭരണരംഗത്തുള്ളവരും അനുകമ്പയുടെ പേരിൽ മറ്റു പലരും രംഗത്ത് വന്നിട്ടുണ്ട്. ഇവരിൽ മന്ത്രി MP രാജേഷും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമുണ്ട്. ഷെൽട്ടറുകളിൽ അടയ്ക്കുക എന്നത് നാളെ കേരളത്തിന് ബാധകമാക്കിയാലും പ്രായോഗികമെന്ന് തോന്നുന്നില്ല എന്നാണ് മന്ത്രി MP രാജേഷ് പറഞ്ഞത്. ABC കേന്ദ്രം തുടങ്ങാൻ പോലും നാട്ടുകാർ എതിർക്കുകയാണെന്ന് മന്ത്രി പറയുന്നു. അപ്പോൾ നൂറുകണക്കിന് നായ്ക്കളെ പാർപ്പിക്കുന്ന ഷെൽട്ടർ പണിയാൻ പോയാലോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. പട്ടി കടിക്കാനും പാടില്ല, ഷെൽട്ടറോ ABC കേന്ദ്രമോ തുടങ്ങാനും പാടില്ല എന്ന പലരുടെയും മനോഭാവത്തെയും മന്ത്രി വിമർശിച്ചു. കേരളത്തിലെ സ്ഥലലഭ്യതയുടെ പ്രശ്നവും മന്ത്രി രാജേഷ് ചൂണ്ടിക്കാട്ടുന്നു. ഇപ്പറഞ്ഞതിൽ വാസ്തവമുണ്ട്. പക്ഷേ പ്രശ്നം രൂക്ഷമാണെന്ന് മന്ത്രിയും സമ്മതിക്കുന്നുണ്ട്. പ്രശ്നമുണ്ടെന്ന് ഉറപ്പിച്ചാൽ പരിഹാരം കണ്ടെത്തിയേ തീരും. അതിനാണല്ലോ ഭരണകൂടവും സംവിധാനങ്ങളും. ഈ വിഷയത്തിലാകട്ടെ സമവായത്തിന് വലിയ ബുദ്ധിമുട്ടുമില്ല. പാർട്ടിയും ജാതിയും മതവും ഒന്നും നോക്കിയിട്ടല്ലല്ലോ പട്ടി കടിക്കുന്നത്. എല്ലാവരെയും സഹകരിപ്പിച്ച് പരിഹാരം കണ്ടെത്തുകയാണ് വേണ്ടത്. മന്ത്രിയല്ലാതെ മറ്റാരാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്? കോടതി കണ്ട ഗൗരവം ഭരണനിർവഹണം നടത്തുന്നവരും പ്രശ്നത്തിന് കൊടുത്തേ മതിയാകൂ. നായ്ക്കളെയെല്ലാം കൊന്നൊടുക്കാൻ കോടതി പറഞ്ഞിട്ടില്ല. മനുഷ്യരുടെ ജീവനും ജീവിതത്തിനും അല്പം കൂടി പ്രാധാന്യം കൊടുക്കുമെന്നേ ഉള്ളൂ. ആ നിലയ്ക്ക് മൃഗസ്നേഹികൾക്കും അവരുടേതായ നിലയ്ക്ക് ഈ യജ്ഞത്തിൽ സഹകരിക്കാവുന്നതേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിഷയമുണ്ട്. വളർത്തു നായ്ക്കളുടെ ഉടമസ്ഥരുടെ ഉത്തരവാദിത്തമില്ലായ്മയാണത്. ഇന്ത്യയിൽ 6 കോടിയിലധികം തെരുവ് നായ്ക്കളുണ്ടെന്നാണ് ഏകദേശ കണക്ക്. 2024 ഇന്ത്യയിലെ വളർത്തു നായ്ക്കളുടെ എണ്ണം ഏകദേശം 3 കോടിയായിരുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ വളർത്തുനായ്ക്കളുടെ എണ്ണവും നായ്ക്കൾക്കുള്ള ഭക്ഷണത്തിന്റെ വിപണിയും പ്രതിവർഷം 10 മുതൽ 15% നിരക്കിൽ വർദ്ധിക്കുന്നുമുണ്ട്. ഇന്ത്യയിൽ വളർത്തുനായ്ക്കൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കുന്ന ദേശീയ നിയമങ്ങളില്ലെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. നിയമങ്ങളുള്ള ചില നഗരങ്ങളിലാണെങ്കിൽ നടപ്പാക്കൽ ഫലപ്രദവുമല്ല. നായ്ക്കളെ വന്ധ്യംകരിക്കുകയോ വാക്സിൻ നൽകുകയോ ചെയ്യുന്നതും നിർബന്ധമല്ല. ഉടമകൾക്ക് ഉത്തരവാദിത്തമില്ലാത്തതിനാൽ ദിവസവും നൂറുകണക്കിന് വളർത്തുനായ്ക്കളെയും കുഞ്ഞുങ്ങളെയും തെരുവുകളിൽ ഉപേക്ഷിക്കുന്നുണ്ട്. കൂടാതെ ആയിരക്കണക്കിന് വളർത്തുനായ്ക്കളെ തെരുവിൽ അലയാൻ വിടുകയോ കൂട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് തെരുവ് നായ്ക്കളുമായി ഇണചേരാൻ അനുവദിക്കുകയോ ചെയ്യുന്നു. അതുകൊണ്ട് സർക്കാരുകളും NGOകളും തെരുവിലുള്ള നായ്ക്കളെ വന്ധ്യംകരിക്കുമ്പോൾ തന്നെ അശ്രദ്ധരായ ഉടമകൾ കാരണവും തെരുവ് നായ്ക്കളുടെ എണ്ണം കൂടുന്നു. ഈ സാഹചര്യത്തിൽ ഉയർന്ന പ്രജനനശേഷിയുള്ള വളർത്തുനായ്ക്കളെ ABC പദ്ധതികളിൽ ഉൾപ്പെടുത്തണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. വളർത്തുനായ്ക്കളെ രജിസ്റ്റർ ചെയ്യാനും വന്ധ്യംകരിക്കാനും ഉടമകൾക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ നൽകണമെന്നും നിർദ്ദേശമുണ്ട്. പ്രജനനം നടത്തുന്ന നായ്ക്കൾക്ക് ഉയർന്ന നികുതിയും ചുമത്താവുന്നതാണ്. കുട്ടികൾ ഒരു കാരണവശാലും പേവിഷബാധയ്ക്ക് ഇരയാകരുത്. തെരുവ് നായ്ക്കളെ പേടിക്കാതെ അവർക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം വളർത്തുന്നതാകണം നടപടി. ഇതിൽ ഒരു വികാരത്തിനും സ്ഥാനമില്ല. വിധിയിൽ സുപ്രീം കോടതി വ്യക്തമായി തന്നെ പറഞ്ഞു. ഇനി ഭരണാധികാരികളും നമ്മളുമാണ് ഉത്തരവാദിത്തം കാണിക്കേണ്ടത്.